അധ്യായത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗീതാ പഠിതാക്കൾക്കും സ്വാഗതം. ഈ ആധ്യാത്മിക വേദി ഇവിടെ ഒരുക്കി ആധ്യാത്മിക കുതൂഹികളായ ജിജ്ഞാസുക്കളായ പഠിതാക്കൾക്ക് ഇങ്ങനെ ഗീത പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ശാന്തിവധം എന്ന ഈ വേദിയിൽ ഒരുക്കിയ അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ നായകൻ ശ്രീ ദിനേശ് മുഹമ്മദ് സാറിന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗീതാധ്യായനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഭഗവത്ഗീതയെ ആരംഭിക്കുന്നതിൻ്റെ പശ്ചാത്തലം, അതായത് അർജുന വിഷാദയോഗം. ഈ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ വേണ്ടിവരുമല്ലോ എന്ന് കണ്ട് വിഷാദമഗ്നനായി തേർത്തട്ടിൽ തളർന്ന അർജുനനെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഇനിയുള്ളത് സാഖ്യയോഗം. ഈ സാഖ്യയോഗം എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ ഇനിയുള്ള അധ്യായങ്ങളുടെ ഒരു സംക്ഷിപ്തമായി കാണാം. ഉത്തരേന്ത്യയിലെ ചില ഭഗവത്ഗീതകൾ രണ്ടാമത്തെ അധ്യായത്തെ ഭഗവത്ഗീത സംഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയുള്ള 18 അധ്യായങ്ങളുടെ സംക്ഷിപ്തമായ സംഗ്രഹം ആണ് സാഖ്യയോഗത്തിലുള്ളത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവസാനത്തെ അധ്യായം കൺക്ലൂഷനും ഈ അധ്യായം രണ്ടാമത്തെ അധ്യായം ഇൻട്രൊഡക്ഷനുമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഇനി ഈ സാഖ്യയോഗം തൊട്ട് പഠിക്കുന്നവർ കുറച്ചുകൂടി ഉന്നതമായ തലങ്ങളിലേക്ക് ഉയരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇതൊരു ശ്രോതാവ് എന്ന രീതിയിലല്ല, നമ്മളിപ്പോൾ എല്ലാ സന്ധ്യകളിലും നമ്മൾ പാരായണം ചെയ്യുന്നതും പഠിക്കുന്നതും കുറച്ചുകൂടി ഗീതയെക്കുറിച്ചുള്ള അവഗാഹം ലഭിക്കണം എന്ന ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ പഠന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യം ശ്ലോകം, പിന്നീട് പദാർത്ഥം, വാക്യാർത്ഥം, പിന്നീട് അന്വയം. ഈ അന്വയം എന്താണെന്ന് പറഞ്ഞാൽ സംസ്കൃത ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പദങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടില്ല, അന്വയിച്ചാൽ മാത്രമേ അതിനുള്ള അർത്ഥം കിട്ടുള്ളൂ. അന്വയത്തിന് ശേഷം പിന്നെ അർത്ഥം, പിന്നെ ഭാവാർത്ഥം, ഈ തലങ്ങളിൽ വേണം പഠിക്കാൻ. അതുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗീത പഠിക്കാൻ അതിന് സജ്ജമാവുക എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ അധ്യായത്തിലാണ്, ഈ രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം തൊട്ടാണ് ഭഗവാൻ അർജുനനോട് ഉപദേശം നൽകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഉന്നതമായ മാനസിക നിലയിലേക്ക്, പഠന നിലവാരത്തിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിലെ സാഖ്യയോഗത്തിലെ ആദ്യത്തെ ശ്ലോകം, തം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. പശ്ചാത്തലം നേരത്തെ പറഞ്ഞു, അർജുനൻ തേർത്തട്ടിൽ തളർന്നിരിക്കുകയാണ്. ഈ തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന കഴിഞ്ഞ അധ്യായങ്ങളിൽ, കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അർജുനൻ പറഞ്ഞ ഒരുപാട് ന്യായങ്ങളുണ്ട്. ആ ന്യായവാദങ്ങളൊന്നും യാതൊരു മറുപടിയും പറയാതെ സ്വതസിദ്ധമായ പുഞ്ചിരി കൊണ്ട് ഭഗവാൻ കഴിയുകയായിരുന്നു. അപ്പൊ ഇപ്പോഴ് ആദ്യമായി പറയുകയാണ്, തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. അർജുനൻ എങ്ങനെയാണ് കൃപയാവിഷ്ടം? അദ്ദേഹം വളരെ ദയനീയമായിട്ടാണുള്ളത്. കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം, കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വീഴുകയാണ് വിഷാദം കൊണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അർജുനന് ഇപ്പോൾ എൻ്റെ മുത്തച്ഛനെയും എൻ്റെ ഗുരുനാഥനെയും കൊല്ലേണ്ടി വരുമല്ലോ, ആ കൊന്നാൽ എന്താണ് ഉണ്ടാവുക എന്നോർത്ത് വേദനയോടുകൂടി വ്യസനത്തോടുകൂടി കണ്ണീർ പറക്കുന്ന വില്ലാളി വീരനായ അർജുനനെയാണ് നാം കാണുന്നത്. ആ വിഷാദന്തമിതം വാക്യം ഉവാച മധുസൂദന. അങ്ങനെ ഇരിക്കുന്ന വിഷാദിച്ചിരിക്കുന്ന ആ അർജുനനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. പശ്ചാത്തലം എല്ലാവർക്കും മനസ്സിലായല്ലോ. അർജുനൻ അവിടെ ഇരിക്കുകയാണ്. തൊട്ടരികിൽ ത്യാളിയായ ഭഗവാനുണ്ട്. ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇവൻ എന്തായി പറയുന്നത് എന്ന് കുറെ നോക്കിയിരുന്നു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി പറഞ്ഞ്, കഴിഞ്ഞോ, നിന്റെതൊക്കെ കഴിഞ്ഞോ എന്ന് ഇനി ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആദ്യമായി പറയുകയാണ്, കുതസ്ത കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീകരമർജുന. ഭഗവാൻ ആദ്യമായി അർജുനനോട് പറയുന്നു, കുതസ്ഥ, എന്ത് മൂഢത്വമാണ് അർജുന നീ ചെയ്യുന്നത്? കുതസ്ഥ കസ്മലമിതം, എന്ത് കസ്മലതയാണ് നീ കാണിക്കുന്നത്? വിഷമേ സമുപസ്ഥിതം,
വിഷമത്താൽ ഈ അവസ്ഥയിൽ, ഇങ്ങനെ ഒരു സന്നിഗ്ധമായ അവസ്ഥയിൽ സാധാരണയിൽ നീ ഇങ്ങനെ വിഷം കാണിച്ചു കുഴപ്പമില്ല. ഈ യുദ്ധത്തിന് വേണ്ടി എല്ലാ സന്നാഹങ്ങൾ കൂട്ടുകയും എല്ലാ രാജാക്കന്മാരെ സമാഹരിക്കുകയും അവരെല്ലാവരെയും കൂടി ഇവിടെ എത്തിക്കുകയും വളരെ ഉത്സാഹത്തോടു കൂടി ഇതിന്റെ നേതൃനിരയിലേക്ക് വരികയും ചെയ്ത അർജുന, കുതസ്തക്കസ്മല, നിനക്ക് എന്ത് പറ്റി? അതാണ് ഭഗവാൻ ചോദിക്കുന്നത്. അത് അനാര്യമാണ്, ആര്യന്മാർക്ക് ചേർന്നതല്ല. ആര്യന്മാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലുള്ള ആര്യന്മാർ. അത് അനാര്യമാണ്, ആര്യന്മാർക്ക് ചേർന്നതല്ല. ഇത് സംഭവിക്കാൻ പാടില്ലാണ്. അനാര്യ ദുഷ്ടം അസ്വർഗ്യം, ഇത് സംഭവിക്കാൻ പാടില്ലാണ്. അത് മാത്രമല്ല അസ്വർഗ്യമാണ്. സ്വർഗത്തിൽ നിനക്ക് പോകാനും പറ്റില്ല. കാരണം ഈ ചെയ്യുന്ന കാര്യങ്ങൾ സ്വർഗത്തിന് പോകുന്നതിന് വിരുദ്ധമാണ്. ഏറ്റവും വലിയ കാര്യം അകീർത്തികരമാണ്. നിന്റെ കീർത്തിക്ക്, നിന്റെ സൽപ്പേരിന് വിരുദ്ധമാണ് നിന്റെ ഈ നിലപാട്. അകീർത്തികരം അർജുനനെ പോലുള്ള ഒരാളിന് അകീർത്തികരം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പാദമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. അർത്ഥം പറയാം, നോട്ട് ചെയ്യുന്നവർ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ഹേ അർജുന, അനാര്യജുഷ്ടം, ആര്യന്മാരാൽ നിന്ദിക്കപ്പെടുന്നതും ശ്രേഷ്ഠന്മാരാൽ നിന്ദിക്കപ്പെടുന്നതുമായ ഈ നിലപാട്, നിന്റെ ഈ നിലപാട് അസ്വർഗ്യം, സ്വർഗത്തിലേക്ക് പോകുന്നതിന് വിരുദ്ധമാണ്. അകീർത്തികരം, ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ പാതകമാണ് നീ ചെയ്യുന്നത്. ഇത് അകീർത്തികരമാണ്. ഇതം കശ്മലം, ഈ കശ്മലമായ മൗഢ്യം കുത, എവിടുന്ന് വന്നു? നിനക്ക് എവിടുന്നാണ് വന്നത്? വിഷമേ, ഈ ദുർഘട സമയത്തിൽ നിന്നെ എങ്ങനെ പ്രാപിച്ചു? ഇത് സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇവൻ എന്ത് പറ്റി? നമ്മളിപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. വളരെ റാങ്കോട് കൂടിയൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി, 90% മാർക്ക് അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവന് പരീക്ഷയിൽ തോറ്റു. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എല്ലാവരും പറയില്ലേ, ഇവൻ എന്ത് പറ്റി? ഇങ്ങനെ ഇത്രയും നന്നായി പഠിക്കുന്നവൻ ഇവൻ എന്ത് പറ്റിയെന്ന് പറയില്ലേ? ആ ചോദ്യം തന്നെയാണ് ഇവിടെ അർജുനനോട് ഭഗവാൻ ചോദിച്ചത്. കുതസ്ത കശ്മലമിതം, എന്ത് പറ്റി നിനക്ക്? ഹേ, അതിന്റെ അന്വയം ഇങ്ങനെയാണ്. ഹേ അർജുന, അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം ഇതം കശ്മലം കുത വിഷമേ ത്വാം സംപിസ്തം. ഈ രീതിയിലുള്ള വിഷമാവസ്ഥയിൽ നിനക്ക് എങ്ങനെ ഈ ചിന്ത വന്നു? അർത്ഥമാണ്, അർജുന, ശ്രേഷ്ഠന്മാരാൽ നിന്ദിക്കപ്പെടുന്നതും പരലോക പ്രാപ്തി, സ്വർഗപ്രാപ്തിക്ക് വിരോധമായിരിക്കുന്നതും കീർത്തിദോഷമുണ്ടാകുന്നതുമായ ഈ അജ്ഞാനം, ഈ മൗഢ്യം എങ്ങനെ നിനക്ക് എന്ത് കാരണം കൊണ്ട് വന്നു? അതും ഈ ദുർഘട സമയത്ത് അർജുനനോട് ഭഗവാൻ ചോദിക്കുകയാണ്. ഭാവാർത്ഥം ഇത് ഗീതയിൽ കാണില്ല. ഈ ഭാവാർത്ഥം ശങ്കരാചാര്യർ പറഞ്ഞതാണ്. കുതസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നീ ആരാണെന്ന് എനിക്കറിയാവോ? നീ വില്ലാളി വീരനാണ്, നീ വിശ്വവിഖ്യാതനാണ് പിന്നെ ആയുധവിദ്യയിൽ. നീ ആരാണ്? നീ നിവാത കവചന്മാരെ കൊന്നൊടുക്കിയ മഹാനാണ്, ശൗര്യവാനാണ്. എന്താണ് നിവാച കവചന്മാർ? അതിനു മുമ്പേ ഒരു കഥയുണ്ട്. നിവാത കവചന്മാരെ കൊല്ലാൻ വേണ്ടി ഇന്ദ്രൻ ആവശ്യപ്പെട്ടതാണ് അർജുനനോട്. ഈ നിവാത കവചന്മാര്, കാലകേയന്മാര്, ഇവരെപ്പോഴും സ്വർഗത്തിന് ഭീഷണി ഉണ്ടാക്കുന്നവരാണ്. ഇടക്ക് അവർ കൂട്ടത്തിൽ പോയി, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പോവും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോവും, എന്നിട്ട് സ്വർഗം ആക്രമിക്കും. അങ്ങനെ എപ്പോഴും ഇവരെ കൊണ്ട് തലവേദനയാണ്. ഈ നിവാത കവചന്മാര് അവർ പറയപ്പെടുന്നത് താമസിക്കുന്നത് സമുദ്രത്തിനടിയിലാണ്. സമുദ്രത്തിന് അടിയിലുള്ള ഒരു വലിയ കൊട്ടാരത്തിലാണ് അവർ താമസിക്കുന്നത്. അവരെ അടുത്തൊന്നും ആർക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ നിവാത കവചന്മാരുടെ ഭീഷണി എപ്പോഴും സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ എത്തിയ അർജുനനോട് ഇന്ദ്രൻ പറഞ്ഞു, അർജുനൻ കുറെ ദിവസം അവിടെ നിന്നിരുന്നു. അവിടെ നിന്നാണ് സംഗീതവും നൃത്തവും ഒക്കെ പഠിച്ചത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അർജുനനോട് ഇന്ദ്രൻ പറഞ്ഞു, നിനക്ക് പിന്നെ ഇപ്പോ ഗുരുദക്ഷിണ എനിക്കൊന്നും ചെയ്യേണ്ടതില്ല. ഒരു കാര്യം ചെയ്താൽ മതി, നിവാത കവചന്മാരെ കൊന്നു തന്നാൽ മതി. നീ മാതലിനെയും കൂട്ടിക്കോ. മാതലി എന്ന് പറയുന്നത് ഇന്ദ്രന്റെ തേരാളിയാണ്. അങ്ങനെ ഇന്ദ്രന്റെ തേരാളിയായ മാതലിയും കൂട്ടി പോയി ഈ സമുദ്രത്തിനടിയിലേക്ക്. മാതലിയെ പുറത്തു നിർത്തി ഒറ്റയ്ക്ക് തനിച്ച് നിവാത കവചന്മാർ 3 കോടിയാണ് അവരുടെ അംഗസംഖ്യ. ഈ 3 കോടി നിവാത കവചന്മാരെയും നിഹനിച്ച് സ്വർഗത്തിലേക്ക് വിജയശ്രീലാളിതനായി തിരിച്ചു വന്നു. അതിനുശേഷമാണ് കാലകേയന്മാർ. കാലകേയന്മാർ എവിടെയാണ് താമസിക്കുന്നത്? കാലകേയന്മാർ താമസിക്കുന്നത് ഭൂമിയിലുമല്ല, സമുദ്രത്തിലുമല്ല, അവർ ആകാശത്തിലാണ്. ആകാശത്തിൽ പൗലോമ കാലകേയന്മാർ, അവർ നിരവധി ആളുകളുണ്ട്. അവർ ആകാശത്തിൽ അവരുടേതായ ഒരു സ്വർഗം, അവരുടേതായ ഒരു രാജ്യം,
ഉണ്ടാക്കി സൃഷ്ടിച്ച് അതിന് മറ്റാരും കടക്കാൻ കഴിയാത്ത രീതിയിൽ ഭദ്രമായി ആവശ്യം വരുമ്പോ അവസരം വരുമ്പോ സ്വർഗത്തെ ആക്രമിക്കാൻ പോകുന്നവരാണ് ഇവരാണ് കാലകയന്മാർ. അവരെയും അർജുനൻ വധിച്ചു. അപ്പൊ നീ ആരാണ് അർജുന? നിവാത കവചന്മാരെ കൊന്നു, കാലകയന്മാരെ കൊന്നു. പിന്നെ നീ പാശുപതാസ്ത്രത്തിന് വേണ്ടി നീ പരമശിവനോട് യുദ്ധം ചെയ്തില്ലേ? പരമശിവനെ പോലും പരാജയപ്പെടുത്തിയില്ല. പരമശിവനോട് പോലും യുദ്ധം ചെയ്ത് പാശുപതാസ്ത്രം കയ്യിലാക്കിയ നീ ആരാ? അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. അതേ സമയത്ത് നീ എന്നോട് പോലും യുദ്ധം ചെയ്തില്ലേ? അതറിയോ? ഭഗവാൻ കൃഷ്ണനുമായി അർജുനൻ യുദ്ധം ചെയ്തിരുന്നു ഒരു നിസ്സാരമായ കാര്യത്തിന്. ഈ അർജുനന്റെയും കൃഷ്ണന്റെയും ബാന്ധവങ്ങൾ സൗഹൃദത്തിന്റെ ഉറപ്പ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഉള്ളത് കൊണ്ട് ഇത് ഗീതയിൽ ഇല്ലെങ്കിൽ പോലും ശങ്കരാചാര്യർ സൂചിപ്പിച്ച ഈ കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം. അർജുനന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ചിത്രസേനൻ എന്ന ഗന്ധർവൻ. ചിത്രസേനൻ എന്ന ഗന്ധർവൻ ആകാശത്തു കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ഗന്ധർവന്മാരല്ലേ, അപ്പൊ നല്ല സുഖിമാരായിരിക്കും. അവർ ഈ താമ്പൂലൊക്കെ ചവച്ചുകൊണ്ടാണ് മേലെ യാത്ര ചെയ്യുന്നത്. ഭാര്യമാരായ സന്ധ്യയും വല, ഈ രണ്ടുപേരും ഒരുമിച്ച്. അങ്ങനെ താമ്പൂലം ചവച്ചത് തുപ്പി. അപ്പൊ തുപ്പി കഴിഞ്ഞപ്പോ അത് പതിച്ചത് അവിടെ ഗാലവൻ എന്നൊരു മുനി യാഗം ചെയ്യുന്നുണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഗാലവ മുനി യാഗം ചെയ്യുന്ന യാഗത്തിലെയാണ് ഈ ഉച്ഛിഷ്ടം വീണത്. അപ്പം അത് അശുദ്ധമായില്ലേ? യാഗങ്ങളുടെ വസ്തുക്കളൊക്കെ അശുദ്ധമായില്ലേ? ഗാലവനാകെ കോപിച്ചു. ഉടനെ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കേണ്ടി വരുന്ന ഹോമദ്രവ്യങ്ങളൊക്കെ അശുദ്ധമാക്കിയിരിക്കുന്നു ചിത്രസേനൻ. അപ്പൊ കൃഷ്ണന് ദേഷ്യം വന്നു. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാ, എനിക്ക് വേണ്ടി അങ്ങനെ യാഗം ചെയ്യുന്നതിനെ ഇല്ലാതാക്കാൻ, അതിനെ അശുദ്ധമാക്കാൻ ധൈര്യപ്പെട്ട ആരാ? അവനെ ഞാൻ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊല്ലും. ഇത് കേട്ട് ചിത്രസേനന്റെ ഭാര്യമാർ പേടിച്ചുപോയി. അവർക്കറിയാൻ തുടങ്ങി, വാവിട്ട് കരയാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ നാരദൻ അവിടെ എത്തുന്നത്. ചോദിച്ചു, എന്താ കാര്യം? ഇങ്ങനെയാണ്, ഇപ്പം ഇന്ന് ഭഗവാൻ കൃഷ്ണനാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് സന്ധ്യയാകുമ്പോഴേക്ക് ഞങ്ങളുടെ ഭർത്താവ് ചിത്രസേനനെ വധിക്കും. നാരദൻ പറഞ്ഞു, കുഴപ്പമില്ല, ഒരു കാര്യമുണ്ട്, നിങ്ങൾ നേരെ സുഭദ്രയോട്, ഇത് സുഭദ്ര ഇടപെട്ടാലേ നടക്കുള്ളൂ. അങ്ങനെ സുഭദ്രയുടെ കൊട്ടാരത്തിൽ പോയി അവര് ഒന്നും പറയാതെ മുറ്റത്ത് തീയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വലം വെക്കുകയാണ്. സുഭദ്ര വാതിലും തുറന്ന് പുറത്തു വെച്ച്, ഇതെന്താ കാര്യം? അന്നേരം പറഞ്ഞു, ഞങ്ങൾ ഒരു അപേക്ഷയുണ്ട്, എനിക്ക് മംഗല്യ സൗഖ്യം ഇനിയും ഉണ്ടാകണം എന്ന് പറഞ്ഞു. സുഭദ്ര ഒന്നും ആലോചിക്കോ, ശരി ശരി, അതിനെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ശരി സമ്മതിക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പറയുന്നത്, ഇന്ന് വൈകിട്ട് ഭഗവാൻ കൃഷ്ണൻ കൊല്ലാൻ വേണ്ടി വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇയാളെ കൊല്ലും. അത് ഒഴിവാക്കണമെങ്കിൽ അർജുനൻ വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. അർജുൻ ആ സമയത്ത് സ്ഥലത്തുണ്ടായിട്ടില്ല. പക്ഷെ ഇത് പറയുമ്പോൾ അർജുനൻ വന്നു, അർജുനനോട് കാര്യം പറഞ്ഞു. രണ്ടുപേരും അവസാനം കൃഷ്ണനോ ഘോരഘോരമായ യുദ്ധം. ആര് ജയിക്കുന്നു, ആര് പരാജയപ്പെടുത്തുന്നു എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള യുദ്ധം കാണാൻ ആകാശത്തിൽ പോലും ദേവഗണങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. അവസാനം ഇത് യുദ്ധത്തിന്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോ സുഭദ്ര നടുവിൽ ചാടി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ ആങ്ങളെയും ഭർത്താവും ചെയ്യുന്നത്? ഇത് ആരെ ബോധിപ്പിക്കാനായി ചെയ്യുന്നത്? എന്നാ പിന്നെ എന്നെ കൊല്ല് എന്ന് പറഞ്ഞ്. അപ്പം ആ സമയത്ത് സുഭദ്ര യുദ്ധത്തിൽ വന്നു നിന്നപ്പോ രണ്ടുപേരും യുദ്ധം നിർത്തി. ഭഗവാൻ പറഞ്ഞു, ഗാലവനോട് വാക്ക് കൊടുത്തല്ലോ ഭഗവാൻ, ഇന്ന് സന്ധ്യയാകുമ്പോഴേക്ക് കൊല്ലുമെന്ന് ഗാലവനോട് വാക്ക് കൊടുത്തല്ലോ. ഒരു കാര്യം, ഗാലവൻ മാറ്റി പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവര് ഗാലവ മുനിയുടെ സമീപത്ത് പോയി ഈ മാപ്പ് പറഞ്ഞ് അങ്ങനെ കാര്യം അവിടെ അവസാനിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഈ അർജുനനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണനോട് പോലും തൻ്റെ ധൈര്യം കാണിച്ച, തൻ്റെ ഔദ്ധത്യം, തൻ്റെ ശക്തി കാണിക്കാൻ തയ്യാറായ അർജുനനല്ലേ ഇനി കുതസ്സ കശ്മലമിതം, അങ്ങനെയുള്ള കശ്മല സ്വഭാവം നിനക്ക് എങ്ങനെ വന്നു എന്നാണ് ചോദിക്കുന്നത്. പിന്നീട് പറയുന്നു, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഒരു ആഹ്വാനമായി ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണ്. ക്ലൈബ്യം മാസ്മഗമപർത്ഥ നൈതത്തുപപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപാ. ഹേ പാർത്ഥ, ക്ലൈബ്യം, നിന്റെ ഈ നപുംസക സ്വഭാവം, മാസ്മഗമ പാർത്ഥ, അത് പ്രാപിക്കരുത്. ത്വയി, നിന്നിൽ, ഏതത്, ഇത് എങ്ങനെയാണ് വന്നത്? ഇത് എനിക്ക് യോഗ്യമല്ല. ക്ഷുദ്രം, അതുകൊണ്ട് ഈ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം,
ത്യജിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങുക. തെക്തോ ഉത്തിഷ്ഠ ഭാരത, യുദ്ധത്തിനായി ഈ ഹൃദയ ദൗർബല്യം വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധത്തിനായി ഇറങ്ങുക എന്ന് പറഞ്ഞു. ഇത് അന്വയം അറിയണമെങ്കിൽ പറയാം. ഹേ പാർത്ഥാഹ ക്ലൈബ്യം മാസ്മഗമാഹ ത്വയി ഏതത് ന ഉപപദ്യതേ ഹേ പരന്തവ ക്ഷുദ്രം തെക്ത ഉത്തിഷ്ഠ. ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ. നപുംസക സ്വഭാവം നീ പ്രാപിക്കരുത്, നിന്നിൽ ഇത് യോഗ്യമല്ല. ഹൃദയ ദൗർബല്യം ത്യജിട്ട് യുദ്ധത്തിനായി എഴുന്നേൽക്കുക. ഈ ക്ലൈബ്യം എന്ന വാക്കിന് വളരെയേറെ അർത്ഥമുണ്ട്. അർജുനോട് എന്താ പറഞ്ഞത്? നിന്റെ ഈ ആണും പെണ്ണും കെട്ട സ്വഭാവം ഒഴിവാക്കണമെന്നല്ലേ പറഞ്ഞത്? അർജുനന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വില്ലാളി വീരനായ ലോക വിജേതാവായ അർജുനന് ആണും പെണ്ണും കെട്ട ഒരു ജീവിതം ഉണ്ടായിരുന്നു. അതോ എങ്ങനെയാണെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞ ഇന്ദ്രന്റെ രാജസന്നിധിയിൽ പോയി, ഇന്ദ്രസന്നിധിയിൽ സ്വർഗത്തിൽ പോയില്ലേ? ഇന്ദ്രൻ അർജുനനെ സ്വർഗത്തിലേക്ക് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ദ്രന്റെ പുത്രനാണ് അർജുനൻ. പാണ്ഡവന്മാർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ പാണ്ഡവ പുത്രന്മാരല്ല. യുധിഷ്ഠിരൻ ധർമ്മരാജാവിൻ്റെയും, ഭീമൻ വായു ഭഗവാന്റെയും, അർജുനൻ ഇന്ദ്രന്റെയും, നകുല സഹദേവന്മാർ അശ്വിനി കുമാരന്മാരുടെയും മക്കളാണ്. കുന്തിദേവിക്ക് ഒരു വരം കിട്ടിയിരുന്നു. ദുർവാസാവ് മഹർഷി കുന്തി ഭോജന്റെ സമീപത്ത് വീട്ടിൽ കൊട്ടാരത്തിൽ കുറെ ദിവസം പാർക്കുകയുണ്ടായി. അപ്പൊ പരിചരിക്കാനായി ചെറിയ കുട്ടിയായ കുന്തിയെയാണ് ഏർപ്പാടാക്കിയത്. അങ്ങനെ ആ പരിചരണത്തിൽ വളരെയേറെ സന്തോഷിച്ച ദുർവാസാവ് പറഞ്ഞു, നിനക്ക് നല്ല കരുത്തരായ ഭർത്താക്കന്മാരിൽ നിന്നും നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ചെറിയ പെൺകുട്ടിയാണല്ലോ, ഇതിനൊന്നും അറിയില്ലല്ലോ. ഇത് പറഞ്ഞ ദുർവാസാവ് അങ്ങ് പോയി. പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് സൂര്യനെയാ. അപ്പൊ സൂര്യൻ ഒരു മന്ത്രം ഉപദേശം മാത്രമല്ല, ഈ മന്ത്രം ജപിച്ചാൽ നിനക്ക് കുട്ടികളാവെന്ന് പറഞ്ഞിട്ടായത്. അപ്പൊ സൂര്യനെ ഇങ്ങനെ നോക്കിയപ്പോ ഈ മന്ത്രം ഒന്ന് ചൊല്ലിയാലോ? അങ്ങനെ മന്ത്രം ചൊല്ലി. അങ്ങനെ സൂര്യനിൽ നിന്നും ഒരു കുട്ടി ഉണ്ടായി. അതാണ് കർണൻ. ആ കർണൻ വിവാഹത്തിന് മുമ്പ് ആയതുകൊണ്ട് കർണനെ ഒരു പേടകത്തിൽ ആക്കിയിട്ട് നദിയിലൊഴുക്കി. അത് അതിരഥന്റെ കയ്യിൽ വന്നു. അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോഴേ അതിനുശേഷം പാണ്ഡു കല്യാണം കഴിച്ച ശേഷം പാണ്ഡുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാണ്ഡുവിന് പുത്രനില്ലാത്തൊരു ഘട്ടം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ ദുർവാസാവിൽ നിന്ന് ഇങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പാണ്ഡു പറഞ്ഞു, എന്തായാലും നമുക്ക് കുട്ടികൾ വേണമല്ലോ, ആ മന്ത്രം നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായി ധർമ്മരാജാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലി യുധിഷ്ഠിരനുണ്ടായി. രണ്ടാമത് വായു ഭഗവാനാണ് ഭീമനുണ്ടായി. മൂന്നാമതാണ് ഇന്ദ്രൻ. നാലാമത് അശ്വിനി കുമാരന്മാരും അങ്ങനെ ഉണ്ടായി. അല്ല, ഈ മൂന്നും കുന്തിയോട് പറഞ്ഞപ്പോ 3 മക്കളും കുന്തിയുടെ മക്കളാണ്. അപ്പോ പാണ്ഡു പറഞ്ഞു, നിന്റെ സപത്നിയല്ലേ മാദ്രിയോടൊന്ന് ഒന്ന് പറഞ്ഞ് ഇതൊന്ന് ചൊല്ലി അവർക്കും കുട്ടികളുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് മാദ്രിയോടും കൂടി പറഞ്ഞ്, അങ്ങനെയാണ് മാദ്രിക്ക് ചൊല്ലി കൊടുത്ത മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നകുലനും സഹദേവനും ഉണ്ടായത്. അപ്പൊ സത്യം പറയാന്ന് വെച്ചാല്, ഏതായാലും നിങ്ങൾ പുരാണം പഠിക്കുന്നവരല്ലേ, ഇവര് പാണ്ഡവന്മാരല്ല എന്ന് നമ്മൾ കാണാം. അത് കഥയുടെ ഭാഗത്ത്. ഇത് അർജുനൻ കെയർ ഓഫ് പാണ്ഡു മഹാരാജാവ്, പോസ്റ്റ് ഹസ്തിനപുരി കൊട്ടാരം എന്നൊക്കെയാ. ശരിയിലും അവര് അവരുടെ പിറവിയുടെ കാര്യം അതാണ്. അങ്ങനെയുള്ള അർജുനന്റെ പിതാവാണ് ഇന്ദ്രൻ. അപ്പം വില്ലാളി വീരനായ അർജുനന്റെ വീരകഥകൾ കേട്ട് എൻ്റെ മോനെ കാണണം എന്ന് താല്പര്യമുണ്ടായപ്പോ മാതലിയെ പറഞ്ഞയച്ചു. ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. പറഞ്ഞു, ഒന്ന് ഇവനോട് വരാൻ പറയാന്ന് പറഞ്ഞു. അർജുനൻ വരാൻ പറഞ്ഞു. അർജുനൻ പോയിട്ട് അവിടെ നിന്നാണ് അർജുനൻ സംഗീതവും നൃത്തവും ഒക്കെ പഠിക്കുന്നത്. അങ്ങനെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനെ കണ്ടപ്പോൾ സ്വർഗ നർത്തകിയായ ഉർവശിക്കൊരു താല്പര്യം, അതികഠിനമായ പ്രേമം. അർജുനനെ സമീപിച്ചു. അർജുനൻ പറഞ്ഞു, അമ്മ സ്വർഗ്ലോക നർത്തകിയാണ്, എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്. കാരണം അച്ഛനെ നന്നായിട്ട് അറിയാലോ. അപ്പം അമ്മയുടെ സ്ഥാനത്താണ്, അതുകൊണ്ട് ഈ കാര്യം എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് അർജുനൻ ചെവി പൊത്തി എന്നാണ് പറഞ്ഞത്. അപ്പം ഉർവശിക്ക് വീണ്ടും രോഷം വന്നു. എൻ്റെ ഈ ഇംഗിതം സാധിക്കാൻ തയ്യാറില്ലാത്ത നീ ഷണ്ഡനായി പോകട്ടെ, നീ നപുംസകമായി പോകട്ടെ എന്ന് ഉർവശി ശപിച്ചു. അതാണ് ഉർവശിയുടെ ശാപം.
അപ്പൊ അർജുനൻ അച്ഛനോട് ഇന്ദ്രനോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഉർവശി മാതാവ് എന്നെ ശപിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ പറഞ്ഞു, സാരമില്ല, അത് നിനക്ക് ഉപകാരമായി തീരും എന്ന് പറഞ്ഞു. അതാണ് ഉർവശി ശാപം ഉപകാരമായത്. എങ്ങനെയാണെന്നറിയോ? പാണ്ഡവന്മാർ യുധിഷ്ഠിരൻ ചൂതിൽ കളിച്ച് രാജ്യം വിടേണ്ട, വനവാസത്തിന് പോകേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അവസാനത്തെ വർഷം, അതായത് 13ാമത്തെ വർഷം ഇവർ അജ്ഞാതവാസം നയിക്കണം. ഈ അജ്ഞാതവാസത്തിനിടയിൽ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും ഒരു 14 വർഷം വനവാസം നടത്തണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനവാസം ആരംഭിച്ചത്. അങ്ങനെ അജ്ഞാതവാസം ആരംഭിച്ചു. ആ ഒരു വർഷം ഇവരാരും കാണാതെ ജീവിക്കണം. അങ്ങനെ എവിടെയാണ് ജീവിക്കേണ്ടത് ആലോചിച്ചപ്പോൾ ഈ ദുര്യോധനന്മാർക്ക് ഒരിക്കലും കയറി ഇറങ്ങാൻ പറ്റാത്ത ഒരു രാജധാനിയുണ്ട്, വിരാട രാജധാനി. അങ്ങനെ വിരാട രാജധാനിയിൽ പോയി. അവിടെ വിരാട രാജാവ്, അദ്ദേഹവും ഈ ചൂതുകളിയിൽ ഭയങ്കര തൽപരനാണ്. അപ്പം യുധിഷ്ഠിരൻ പോയിട്ട് രാജാവോട് പറഞ്ഞു, യുധിഷ്ഠിരനാണെന്ന് പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പല രാജാക്കന്മാരുടെയും കൂടെ ചൂത് കളിച്ചിട്ടുണ്ട്. അപ്പൊ രാജാക്കന്മാർക്ക് വിനോദത്തിനായി ചില ആളുകളെ വെക്കും. അവരുടെ ഈ ടെൻഷൻ കുറക്കാൻ വേണ്ടി ചൂത് കളിക്കാനും, ഇപ്പൊ ചീട്ട് കളിക്കുന്നില്ല, അതേപോലെ ചൂത് കളിക്കാനും ഒക്കെ ആളെ. അതേപോലെ ഞാൻ ഇങ്ങനെ പല മഹാരാജാക്കന്മാരുടെ, ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞില്ല, ഞാൻ രാജധാനി, യുധിഷ്ഠിരൻ കള്ളം പറയില്ലല്ലോ, ഞാൻ രാജധാനിയിൽ ഉണ്ടായ ആളാണ്, എനിക്ക് ചൂത് കളിക്കാൻ അറിയാം, എൻ്റെ പേര് കുങ്കൻ എന്നാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുങ്കൻ എന്ന പേരിൽ രാജാവിൻ്റെ ചൂതുകളുടെ പാർട്ടറായി അവിടെ ജോയിൻ ചെയ്തു. പിന്നെയോ ഭീമൻ. അപ്പൊ ആലോചിച്ചു, അപ്പൊ ഭീമൻ എന്താ ചെയ്യുക? ഭീമന് വൈദഗ്ധ്യം പാചകത്തിലാ, നന്നോണം കഴിക്കുകയും ചെയ്യും, നല്ലോണം പാചകം ചെയ്യുകയും ചെയ്യും, നല്ലോണം കറിവെക്കാനൊക്കെ അറിയാം. അപ്പം ഈ രാജകൊട്ടാരത്തിൽ ഒരു അരിവെപ്പുകാരൻ്റെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പോയപ്പോ പറഞ്ഞു, അപ്പൊ പിന്നെ രാജകൊട്ടാരത്തിൽ അരിവെപ്പുകാരനായി. അർജുനനോ? ഇവിടെയാണ് ചോദിക്കുന്നത്. അർജുനൻ വിരാട രാജാവിൻ്റെ പുത്രി ഉത്തരയെ നൃത്തവും സംഗീതവും പഠിപ്പിക്കാനായി ബൃഹന്ത എന്ന പേരിൽ, അവിടെയാണ് ഉർവശിയുടെ ശാപം, നീ നപുംസകമായി തീരും എന്ന് പറഞ്ഞ ശാപം അർജുനൻ ഉപയോഗപ്പെടുത്തി. ആരും കണ്ടുപിടിക്കില്ലല്ലോ. അർജുനൻ ഉപയോഗപ്പെടുത്തി. അങ്ങനെ നപുംസകമായി അർജുനൻ ഒരു ജീവിതം ഉണ്ടായി. ഉത്തരയെ നൃത്തം പഠിപ്പിച്ചു. ആ ഉത്തരയാണ് പിന്നെ അഭിമന്യുയുടെ ഭാര്യയായത്. അത് വേറെ കാര്യം. ഈ നകുലനും സഹദേവനും പേരുമാറ്റിക്കൊണ്ട് കൊട്ടാരത്തിലെ ഗോക്കളെ നോക്കാനും കുതിരലാലയത്തിലാണ് ജോലി ചെയ്തത്. ഞാനിത് ഇത് ഭാരത കഥ പറയുന്നതല്ല, ഈ ക്ലൈബ്യം നപുംസകം എന്ന ഒരവസ്ഥ അർജുനൻ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പം പിന്നീട് ഈ അജ്ഞാതവാസം കഴിയുന്ന സമയത്ത് വിരാട രാജാവ് രാജാവിൻ്റെ പേരിൽ ദുര്യോധനനോട് പോലും യുദ്ധം ചെയ്ത് അവസാനം അർജുനനാണ് എന്ന് വെളിവാക്കിയ ഒരു ഘട്ടമുണ്ടായി. അതിപ്പോ പറയുന്നില്ല. ഏതായാലും ഈ ഉർവശി ശാപം അർജുനന് ഉപകാരപ്രദമായി എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ സൂചിപ്പിക്കുകയാണ്. അതാണ് ക്ലൈബ്യം മാസ്മഗമ പ്രാർത്ഥ. നീ നിന്റെ പണ്ടത്തെ ഈ സ്വഭാവം നീ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന അർത്ഥത്തിലാണ്. കൃഷ്ണനെല്ലാം അറിയാലോ, ഈ നപുംസക സ്വഭാവം ഉണ്ടെങ്കിൽ, ഇന്നത്തെ ട്രാൻസ്ജെൻഡർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുകൊണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഈ നപുംസകത്തിന്റെ ആണും പെണ്ണും കെട്ടിയ സ്വഭാവം മാറി ആണായി നീ യുദ്ധത്തിന് വരിക അർജുന. അതുകൊണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ. ഈ രണഭൂമിയിൽ വെച്ച് മുഴങ്ങിയ ആദ്യത്തെ ആഹ്വാനമാണ് തെക്തോത്തിഷ്ഠ പരന്തവ, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ. അത് കേട്ട് അർജുനൻ ഉണർന്നു. പിന്നെ ചോദിക്കുകയാണ്, അല്ല ഭഗവാനെ, ഇതല്ല ശരി തന്നെ, ഞാനിപ്പം സജീവമാകാം, ഞാനിപ്പം, പക്ഷേ കഥം ഭീഷ്മമഹം സംഖ്യേദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹരിസൂദന. ഞാൻ യുദ്ധം ചെയ്യാം ഭഗവാനെ, പക്ഷേ ആരോട്? കഥം ഭീഷ്മമഹം സംഖ്യേ, കഥം എങ്ങനെ? ഭീഷ്മനെ ഞാൻ എങ്ങനെ സാഖ്യത്തിൽ യുദ്ധത്തിൽ, അതുപോലെ തന്നെ ദ്രോണനെ എങ്ങനെ ഞാൻ നേരിടും? ഈശുഭി എങ്ങനെ ശസ്ത്രങ്ങൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് നേരിടും? മധുസൂദന. എന്താണ് മധുസൂദന എന്ന് വിളിക്കണം? നമ്മൾ ഓർക്കണം, നമ്മൾ ഗീത പഠിക്കുന്നവരാണ്. ഓരോ വാക്കിനും വ്യാസഭഗവാൻ സന്ദർഭത്തിനനുസരിച്ച് അതിന്റെ അർത്ഥവ്യാപ്തിക്കനുസരിച്ചിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. മധുസൂദന എന്ന് പറയാൻ
മധുസൂദന എന്ന് ഭഗവാൻ പേര് വരാൻ കാരണം മധുകൈഭടൻ എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ്. അപ്പം മധുസൂദന എന്ന് പറയാൻ നിങ്ങളും കൊന്നിട്ടുണ്ടല്ലോ. അതേപോലെ വീണ്ടും പറയുന്നുണ്ട് അരിസൂദന, ഇവർ പൂജാർഹര അരിസൂദന എന്ന് പറയുന്നുണ്ട്. അരികളെ കൊന്ന, ശത്രുക്കളെ കൊന്ന അല്ലയോ ഭഗവാനെ അരിസൂദന, ഞാൻ എങ്ങനെയാണ് ഇവരെയൊക്കെ കൊല്ലേണ്ടത്? കഥം ഭീഷ്മനഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹര അരിസൂദന. അന്വയം അറിയേണ്ടവർക്ക് പറഞ്ഞു. ഹേ അരിസൂദന മധുസൂദന, സംബോധന രണ്ടും ഒന്നായതുകൊണ്ട് അന്വയത്തിൽ രണ്ടും ഒന്നാണ്. ഹേ അരിസൂദന മധുസൂദന പൂജാർഹ ഭീഷ്മം ദ്രോണം ച, പൂജാർഹരായ ഭീഷ്മനെയും ദ്രോണനെയും സാഖ്യേ യുദ്ധത്തിൽ അഹം ഇഷുഭി കഥം പ്രതിയോത്സ്യാമി, ഞാൻ യുദ്ധത്തിൽ എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് ആയുധം പ്രയോഗിക്കേണ്ടത്. അർത്ഥം പൂജിക്കപ്പെടേണ്ടതായ ഭീഷ്മരായും ദ്രോണരെയും യുദ്ധത്തിൽ ഞാൻ ബാണങ്ങളാൽ എങ്ങനെ നേരിടും ഭഗവാനെ, എനിക്ക് പറഞ്ഞതാവും. ഇത് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പിന്നീട് വീണ്ടും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഈ സമയത്തിന്റെ പരിധി ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. അർജുനന്റെ സംവാദം അടുത്ത ക്ലാസ്സിൽ വീണ്ടും തുടരാം. ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി.